കോഴിക്കോട് വടകരയിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് 4 മരണം. കാർ യാത്രക്കാരനാണ് മരിച്ചത്. ദേശീയപാതയിൽ മൂരാടാണ് അപകടം. ഒരു സ്ത്രീയും 3 പുരുഷന്മാരുമാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, അതിദാരുണമായിട്ടുള്ള സംഭവമാണ് കോഴിക്കോട് നടന്നത്. വടകരയിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് 4 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. വൃന്ദ, അല്പം മുൻപാണ് ഈ ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപത്തായി ഈ ഒരു അപകടം നടന്നത്. അതിൽ ട്രാവലറും എർട്ടിഗ കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ എർട്ടിഗ കാറിൽ ഉണ്ടായിരുന്ന 3 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്. അങ്ങനെ 4 പേരാണ് മരണപ്പെട്ടത്. എർട്ടിഗ കാറിൽ 6 പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ ഒരാൾ എന്ന് മനസ്സിലാക്കുന്നത് വടകര അഴിയൂർ സ്വദേശി സുരേഷാണ്. സുരേഷിന് തലയ്ക്കാണ് പരിക്കേറ്റത്. അതിൽ അല്പമെങ്കിലും ബോധമുള്ളത് സുരേഷിനാണ്. ഈ സുരേഷിന്റെ നിന്നും മൊഴിയെടുത്താൽ മാത്രമേ ഈ വാഹനത്തിലുണ്ടായിരുന്നവർ ആരാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. മാഹി ചോറോട് സ്വദേശികളാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇവരെ വടകര സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 4 മൃതദേഹങ്ങളും ഇപ്പോൾ വടകര സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം അത് വടകര ജില്ലാ ആശുപത്രിയിലേക്ക് ആ മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ വാനാണ് ഇവർ സഞ്ചരിച്ച എർട്ടിഗ കാറിൽ കൂട്ടിയിടിച്ചത്. വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്നു കർണാടക രജിസ്ട്രേഷൻ ട്രാവൽ വാൻ. പയ്യോളി ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ എർട്ടിഗ കാർ. ഈ ട്രാവലറിലുള്ള 9 പേരാണ് ഉണ്ടായിരുന്നത്. അവർക്കും പരിക്കുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഈ ട്രാവലറിലെ 9 പേരിൽ ഒരാളെ വടകര സഹകരണ ആശുപത്രിയിലും മറ്റ് 8 പേരെ സ്വകാര്യ ആശുപത്രികളിലുമായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു ഇടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇടിയുടെ ആഘാതത്തിൽ എർട്ടിഗ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ സ്ഥലത്തെത്തിക്കൊണ്ട് ആണ് ഈ മരണപ്പെട്ട 4 പേരുടെ മൃതദേഹങ്ങൾ വെട്ടിപ്പൊളിച്ചാണ്, അതായത് കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ദയനീയമായ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. വൃന്ദ, റിയാസ്, ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചോ സ്ഥലത്തെ? ഏറെ നേരം അവിടെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളെല്ലാം തന്നെ വടകര സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിക്കുക. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരും. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഉണ്ടാവുക. എന്തായാലും ഈ മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന് ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. 3 സ്ത്രീകളുടേത്, ഒരു പുരുഷന്റേതുമാണ്. ഇവർ ഏത് സ്വദേശികളാണ്, എവിടെയുള്ളവരാണ്, അവരുടെ പേര് വിവരങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസും സഹകരണ ആശുപത്രി അധികൃതരും ഇപ്പോൾ ഉള്ളത്. വൃന്ദ, കോഴിക്കോട് വടകരയിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് 4 മരണം. കാർ യാത്രക്കാരനാണ് മരിച്ചത്. ദേശീയപാതയിൽ ഊരാടാണ് അപകടം സംഭവിച്ചത്. ഒരു സ്ത്രീയും 3 പുരുഷന്മാരുമാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റിയാസ് KMR.